ഹലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഓൾഡ് ട്രാഫോർഡിലാണ്. ഓൾഡ് ട്രാഫോർഡ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് എന്താണ്, നമ്മളെ റെഡ് ജാക്കറ്റിൽ നമ്മളിവിടെ സ്റ്റേഡിയം വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. മാഞ്ചസ്റ്ററിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം അത് വിസിറ്റ് ചെയ്യണം. നമുക്കൊന്ന് ബാക്കിൽ കാണാം, ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാം. അതാണ് മാഞ്ചസ്റ്ററിൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ നമ്മളെ സമയം 11 മണിക്കാണ് നമ്മളെ ഓൾഡ് ട്രാഫോർഡ് ഫുട്ബോൾ സ്റ്റേഡിയം കാണാനുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ടൂർ. ഓക്കെ, അപ്പം നേരെ നമ്മൾ 11 മണിക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഒരു 10:50 നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇന്ന് ഒരു മാരത്തോൺ നടക്കുന്നുണ്ട്. അതാണ് ഭയങ്കര തിരക്ക്. റോഡൊക്കെ ഭയങ്കര തിരക്കാണെന്ന്. നമ്മൾ വന്ന ട്രാമൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതാണ് കുറച്ച് ലേറ്റായി പോയത്. നമ്മൾ ട്രാം ഇറങ്ങിയിട്ട് 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇന്നിവിടെ അതാ കണ്ടോ, എന്താ മാരത്തോൺ എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. നേരെ നമുക്ക് അവിടെ എത്തണം. അവിടെയാണ് സ്റ്റേഡിയം. പക്ഷെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എത്താൻ കുറച്ച് താമസിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം. കണ്ടോ, മുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് ഫുട്ബോളിൻ്റെ സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. അമലാരാ ക്രിസ്ത്യാനോൻ്റെ ഫാനാ അല്ല മെസ്സിയാ? ക്രിസ്ത്യാനോ. നമ്മളെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു 10 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ എന്തായാലും നമുക്കിവിടെ എത്താൻ പറ്റി. I don't mind helping, taking photographs, but I have dropped one phone this week, so and Lawton will probably help you with photos as well. But use that time, and I'm going to shut up for a couple of minutes, which is always a good thing. You might take 1 or 2 photographs. That's on these on the carpet. Whoa. Football injury, is it? Yeah. Did you score? നമ്മളിതാ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് എത്തിയേണ്ട. ആള് സ്റ്റേഡിയത്തിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞുതരാണ്. Wembley's a bit bigger, but it's a national stadium. It's also a sports stadium. It's not a club stadium. This is the biggest club stadium, 74,000. Back in the 1960s, when I first started coming, yes, I am that old. When I first started coming, that stand looked completely different. There was no roof, there was no seats, and where those white seats are, there used to be a great big brick scoreboard. Why, you thinking? Why? Because back in the day, guess what? ആദ്യം തന്നെ നമ്മൾ നേരെ ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി. അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സ്റ്റേഡിയം, പിന്നെ മാച്ചസ് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. എനിക്ക് തോന്നുന്ന വേറൊരു ഏരിയയും കൂടി ഉണ്ടാവും, ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള. സ്റ്റേഡിയത്തിൻ്റെ മോൾ ഭാഗത്തേക്കൊക്കെ ഉണ്ടാവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഡ്രസ്സിംഗ് റൂം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സിൻ്റെ ഡ്രസ്സിംഗ് റൂം. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡ്രസ്സിംഗ് റൂം. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കല്. ഓരോ നമ്പേഴ്സും അവരുടെ പേര് കാണാം. യോഗോ, മാർട്ടിനസ്, ഷോ, ഡിലൈറ്റ്,
നമ്മളിവിടെ കാണാം സെവന് മൗണ്ടായി. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ജേഴ്സി ഉണ്ടാവും അവിടെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇപ്പം നിലവിലുള്ള ടീം അവരെ ജേഴ്സി ഉണ്ടാവുള്ളൂ ഇവിടെ, ജേഴ്സി അവരെ നമ്പേഴ്സും. Glory, glory. What that was song singing? Glory, glory. Champions League game we go. രണ്ട് ഫുട്ബോൾ ടീം എങ്ങനെയാണ് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കിടക്കുക, അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ അവിടെ ലൈനായിട്ട് നിർത്താം. നമ്മളിങ്ങോട്ട് വരാം. നമുക്ക് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് മാത്രം ഞാൻ പുറത്തേക്ക് വന്നതാണ്. ഇതാണ് എൻട്രൻസ്. രണ്ട് ടീം ഇതിൽ വരാം നേരെ ഗ്രൗണ്ടിലേക്ക്. Because that was what happened in the 80s, thankfully, a long time ago. ഇത് സംഭവം പച്ചപ്പുല്ലല്ല കേട്ടോ, ഇത് മറ്റേ സിന്തറ്റിക് ആണ് സംഭവം. ഇവിടെ കാണാം ഹാം ടീമിന്റെ സ്ഥലം, അത് എവേ ടീം. ഇതൊക്കെ നമുക്ക് മുമ്പ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. മുകളില് കമന്റേറ്റേഴ്സിന്റെ നമ്മളിപ്പോ ഗാലറിയിൽ ഇരിക്കുകയാണ്. കണ്ടോ, ഒരു കളി ഉണ്ടാവുമ്പോ എങ്ങനെയാണ് നമുക്കത് വാച്ച് ചെയ്യുക, എങ്ങനെ കാണാന്നുള്ളത് ഇവിടുന്ന് കറക്റ്റ് അറിയാൻ പറ്റും. 97% real grass and 3% coloured crop. ഇവിടെ കാണാം മീഡിയാസിൻ്റെ കേട്ടോ, മീഡിയാസിൻ്റെ ഏരിയ ആണ്. എത്രാണ് കണ്ടോ സിസ്റ്റംസ് ഏരിയ. ഇത് പ്ലെയേഴ്സിൻ്റെ ബാറാണ് കേട്ടോ, ബാറ്. അതേപോലെ മുകളിൽ കാണാം ഓരോ ട്രോഫി 1980 സ്റ്റാർട്ട് ചെയ്ത ഓരോ ട്രോഫിയിൽ അതിൻ്റെ മോഡലുണ്ടാവും. 11, 36, 97, 83 ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ഇത് കാണാം. And it shows the day that after his illness, the day he came back to Old Trafford, and you can see the warmth of the crowd. ഇതാണ് പ്രസ് മീറ്റിംഗ് റൂം കേട്ടോ. കളി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കളിക്കാരോടും ക്യാപ്റ്റനോടൊക്കെ ഉള്ള, അത് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, മീഡിയക്കാർ ഇവിടെ ഇരിക്കുക, മെയിനായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അവിടുന്ന് സംസാരിക്കുക. Thank you very much. Thank you so much. ഓഹോ കഴിഞ്ഞല്ലോ. നമ്മളെ സ്റ്റേഡിയം ടൂർ കഴിഞ്ഞ് നേരെ എക്സിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റോറാണ്. ഇവിടെ കംപ്ലീറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജാക്കറ്റ്, ജേഴ്സി എന്താണോ വേണ്ടതൊക്കെ കാണാം ഇവിടെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓരോ പസിൽസ്, പിന്നെ എന്താ ടോയ്സാണ്. നമ്മളെ കുട്ടികളെ ഉടുപ്പ് കണ്ടോ അവിടെ, ചെറിയ ബേബീസിൻ്റെ ഉടുപ്പ് നോക്ക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 20 പൗണ്ട്, ഏകദേശം 2500 രൂപ ഇതിനൊക്കെ.
കാണാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കീ ചെയിനാണ് കംപ്ലീറ്റ്. എത്ര വരുന്നത്? 5 പൗണ്ട്. നമ്മളങ്ങനെ സ്റ്റേഡിയം ടൂർ കഴിഞ്ഞ് സ്റ്റേഡിയത്തിൻ്റെ പുറത്തെത്തി. നമുക്കിത് കണ്ടോ, ഇതൊരു മൊമെൻ്റോ പോലെ അവർ തന്നിട്ടുണ്ട്. ഇതിൽ കാണാം ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം ടൂറിൻ്റെ നമ്മളിവിടെ വന്നതിൻ്റെ ഉള്ള ഒരു ഓർമ്മ അല്ലേ അമലിയ? ഇഷ്ടലിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. 1.25 മണിക്കൂർ കേട്ടോ, 1.25 മണിക്കൂർ സ്റ്റേഡിയത്തിൻ്റെ ഡ്രസ്സിങ് റൂം, അതിൻ്റെ മറ്റേ ഗ്രൗണ്ടിൻ്റെ ഭാഗം, പിന്നെ അതിൻ്റെ ഓരോ വീഡിയോസ്, കുറേ ട്രോഫീസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഫുട്ബോൾ ടീമിൻ്റെ കുറേ ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഫുട്ബോൾ സ്റ്റേഡിയം അവിടെയാണ്. നമ്മൾ നേരത്തെ രാവിലെ ഇതിലായിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ കാലി. രാവിലെ എങ്ങനെ അല്ലായിരുന്നു അവസ്ഥ? രാവിലെ നമ്മൾ പോകുമ്പോൾ കംപ്ലീറ്റ് ആളുകൾ. ഇവിടെ മാരത്തോൺ നടക്കുന്നുണ്ടായിരുന്നു, സൺഡേ മാരത്തോൺ. ഇപ്പോൾ കാലിയായി പോയി. ഇതോ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇതാ ഓൾഡ് ട്രാഫോർഡ്, ലങ്കാഷെയർ ക്രിക്കറ്റ്. ഒരു 5 മിനിറ്റ് വോക്ക്. ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു 5 മിനിറ്റ് വോക്ക്. ഇവിടെ ഇതാ ക്രിക്കറ്റ് സ്റ്റേഡിയം, ലങ്കാഷെയർ കൗണ്ടി ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇവിടെ എന്തോ മാച്ച് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കാറുകളൊക്കെ കാണാം ഇവിടെ ഫ്രണ്ടിൽ. അപ്പോൾ മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് സ്റ്റേഡിയം, അതിൻ്റെ ഇവിടെ കാണാം കേട്ടോ. ഇൻ്റർനാഷണൽ ഫിക്സേഴ്സ് കാണാം. നമ്മൾ ഇന്ത്യൻ്റെ കളിയുണ്ട് അടുത്ത ജൂലൈയിൽ. ഇംഗ്ലണ്ട് മെൻ വേഴ്സസ് ഇന്ത്യ മെൻ സാറ്റർഡേ 4th ജൂലൈ. പിന്നെ ഇംഗ്ലണ്ട് മെൻ വേഴ്സസ് ശ്രീലങ്ക മെൻ സാറ്റർഡേ 19 സെപ്റ്റംബർ. ഓ, എന്താ കളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈവായിട്ട് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മളിങ്ങനെ ടി വിയിൽ കണ്ടിട്ട് മാത്രമുള്ളല്ലോ ഈ മാഞ്ചസ്റ്ററിൻ്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഹിൽട്ടൺ ഗാർഡൻ, ഇനിത് ഹോട്ടലാണ്, ഹോട്ടലിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ് അതിലായിരിക്കണം. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റ് നമ്പർ 3 എന്നൊക്കെ കണ്ടിട്ടുണ്ടോ? നമുക്കിതാ ഈ ഗേറ്റിൻ്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് ആ പിച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ട് സ്റ്റേഡിയം. അവിടെ ഒരാളുണ്ടായിരുന്നു, അവരോട് ചോദിച്ചു ഇതിൽ വല്ല ടൂറ്, അതായത് സ്റ്റേഡിയം ടൂർ ഉണ്ടോയെന്ന്, ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ടൂറേ അവിടെ ഫുട്ബോൾ സ്റ്റേഡിയം പോലെ. അപ്പോൾ ഇല്ല, മാച്ച് ഡേയിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയാണ്. അവിടെ ഒരു ഹോട്ടലാട്ടോ. ഈ ഹോട്ടലിൽ റൂമുള്ള ആൾക്കൊക്കെ കറക്റ്റ് കളി കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ട്രാം സ്റ്റേഷന്. ഇതാണ് ഓൾഡ് ട്രാഫോർഡ് ട്രാം സ്റ്റേഷൻ. കണ്ടോ, ഇവിടെ ഇപ്പം തന്നെ നല്ല തിരക്ക്. അപ്പം ഞാൻ ആലോചിക്കുക, അവിടെ ഇത് കണ്ടോ സ്റ്റേഡിയം, അതാണ് സ്റ്റേഡിയം. അപ്പോൾ കളി നടക്കുന്ന സമയത്തൊക്കെ എന്ത് തിരക്കായിരിക്കും അവിടെ. ടിക്കറ്റിൻ്റെ എൻട്രൻസ് ഇവിടെ അല്ലേ കളീൻ്റെ. നമ്മൾ ആ സ്റ്റേഡിയം വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലെത്തി, ഒന്ന് ഫ്രഷായി. തിരിച്ചെത്തുമ്പോൾ 2 മണിയായിക്കിന്, 2-2:30 മണിയായി. നമ്മൾ കുറച്ച് കിടന്ന് ഫ്രഷായി. ഇപ്പോൾ 6 മണി. നമ്മളിപ്പോൾ ഇതാ മാഞ്ചസ്റ്ററിൽ മെയിനായിട്ട് ഇപ്പോൾ ഒരു 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആൽബർട്ട് സ്ക്വയർ ഉണ്ട്, പിന്നെ മാഞ്ചസ്റ്റർ കത്തീഡ്രൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ. 2-3 സ്ഥലങ്ങൾ പോവാം, ഒന്ന് കാണാം, തിരിച്ചു വരാം അല്ലേ നമ്മളെ. ഓക്കെ, നമ്മൾ ആദ്യം പോകുന്നത് ആൽബർട്ട് സ്ക്വയറിലേക്കാണ്. നമ്മളിവിടെ നോക്കിയപ്പോൾ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 700 മീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത് ആൽബർട്ട് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പം ഗൂഗിളിൽ നോക്കിയപ്പോൾ ആൽബർട്ട് സ്ക്വയറാണ് ഒരു മെയിനായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ പോയേക്കാം. പിന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ. പിന്നെ മാഞ്ചസ്റ്റർ കത്തീഡ്രൽ. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് ആ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം കാണാനായിരുന്നു. അത് നമ്മൾ ഉച്ചൻ്റെ മുമ്പ് തന്നെ അത് ഏതായാലും കണ്ടു തീർത്തല്ലേ. ഓ, അതിൻ്റെ മുന്നറിയും We will remember them. And 150 meters, turn right on Albert Square. To our fallen comrades, British
Stadium, Manchester. And the British Nuclear Test Veterans Association. നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അവിടെ കാണാം ഒരു വലിയ ലൈന്. ഞാൻ നോക്കുന്നത് എന്താ സംഭവം എന്നുള്ള ലൈൻ നോക്കുമ്പോൾ ഇവിടെ ട്രാമുണ്ട് കേട്ടോ. ഈ ട്രാം കയറാനുള്ള തിരക്കാണ് അവിടെ. ആ ട്രാമിലേക്കുള്ള ആളുകളാണ് ഈ ലൈനിൽ ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഹോട്ടൽ കാണാം. ഇതുണ്ടോ, മിഡ്ലാൻഡ് ഹോട്ടൽ. അപ്പോൾ ഇതാണ് ആൽബർട്ട് സ്ക്വയർ, മാഞ്ചസ്റ്ററിലെ ആൽബർട്ട് സ്ക്വയർ. ഇവിടെ കാണാൻ ഒരു മോണിമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണാൻ ഇത് ചേർച്ചാണോ എന്നുള്ള അറിയില്ല. വലിയ ക്ലോക്ക് ടവർ പോലെ. പക്ഷെ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനും പറ്റില്ല. ഇവിടെ എങ്ങനെ കണ്ടോ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രിസ്മസ് ടൈമിലൊക്കെ ഭയങ്കര ഒരു ആക്റ്റീവായിരിക്കുന്ന ഒരു ഏരിയ ആണത്, ആൽബർട്ട് സ്ക്വയർ. അതെന്താ ചേർച്ചാണോ എന്നുള്ളത് അതിൻ്റെ ബാക്കിലുള്ള ഒരു ക്ലോക്ക് ടവറുള്ള. അമലേ, നിങ്ങൾക്ക് എന്താ അറിയാം അത് ചേർച്ചാണോ? മൊത്തം വർക്ക് നടക്കാണ്. They do wear like sunglasses. With them kids. നമ്മളിതാ ആൽബർട്ട് സ്ക്വയറിനും ഒരു 500-600 മീറ്റർ നടന്ന് ഇതാണ് മാഞ്ചസ്റ്റർ കത്തീഡ്രൽ. ഇവിടെ വൈകിട്ട് ഇപ്പോൾ ഒരു 6-7 മണിയാകുമ്പം തന്നെ ഭയങ്കര കാലിട്ടോ, റോഡൊക്കെ കാലിയായി പോയി. അപ്പോൾ ഈ മാഞ്ചസ്റ്റർ കത്തീഡ്രൽ, ഈ കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെ നമുക്കിവിടെ ഇന്നിവിടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ കാണാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, മഹാത്മാഗാന്ധി 1869-1948 be the change that you wish to see in the world. എന്താല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ് ഇതാ ഇവിടെ അങ്ങനെ ഈ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇങ്ങനെ നെഞ്ചും വിരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്റ്റാച്യു. അവരിതാ ഒരു ഗാന്ധിജി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. ഒരു വടിയും കൂടി വേണ്ടേ?